അപ്പോൾ നമുക്ക് 3 ഡ്രോപ്പ് കളറുണ്ടെങ്കിൽ അതിൻ്റെ 4 ഇരട്ടി, അപ്പോൾ ഏകദേശം 12 ഡ്രോപ്പ് വരെ വാട്ടർ നമുക്ക് അതിനകത്ത് ആവശ്യമാണ് കേട്ടോ. നമ്മൾ ഈ ഒരു കളർ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ 4 ഇരട്ടി വരെ വെള്ളം ആവശ്യമാണ്. നല്ലപോലെ വാട്ടറിഷായിട്ടാണ് ഞാനിതിപ്പം ചെറിയൊരു ബൗളാണ് കളർ കാണിക്കുന്നത് കേട്ടോ. ഞാൻ ജസ്റ്റ് ചെയ്യുന്നൊരു രീതിയാണ്. എല്ലാവർക്കും അതത് കളർ ഞാൻ ഇപ്പം പറഞ്ഞു തരും. അപ്പോൾ നാളത്തെ ക്ലാസ്സുകളിൽ ഓരോരുത്തരുടെ കളറായിട്ട് ഞാനിപ്പം ഡിസ്കസ് ചെയ്യും കേട്ടോ. അത് എങ്ങനെയാണ് വാഷ് ചെയ്യുന്നതെന്നുള്ള രീതിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. ഫിഗറിൽ എങ്ങനെ വാഷ് ചെയ്യുന്നത്, ഫേസ് തൽക്കാലം നിങ്ങൾ ഒന്ന് ക്ലിയർ ആക്കി. എനിക്ക് പിക്ചർ ഇട്ടെങ്കിൽ ആരുടെയൊക്കെ കറക്റ്റാണെന്ന് അറിയാം. ഒരു മിനിറ്റ്. ശരി, നോക്കി വാ. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു കളറിങ് നമ്മൾ ഇത്ര ലൈറ്റായിട്ടാണ് ചെയ്യുന്നത്, വളരെ ലൈറ്റായിട്ട് കേട്ടോ. ഇതിനകത്ത് നമ്മളിത് ഇപ്പം ചെയ്യുമ്പം ക്യാൻവാസാണ് നമ്മൾ യൂസ് ചെയ്യുന്നൊരു രീതി തന്നെ. നമ്മൾ 0യുടെയോ 1ൻ്റെയോ ബ്രഷ് എടുക്കുന്നു. ഇപ്പം ഞാൻ ഈ ഒരു കൈയുടെ ഭാഗത്ത് ഈ ഒരു കളറിങ്ങിന് വേണ്ടിയിട്ട് കൈയുടെ ഭാഗത്ത് കണ്ട് ഇപ്പം ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ കൊടുത്തു കണ്ടോ. കൊടുത്തതിന് ഉടനെ തന്നെ ഇതിൽ നല്ല പോലെ വെള്ളം ബ്രഷിൽ മുക്കും. ബ്രഷിൽ നല്ല പോലെ വെള്ളം മുക്കി അതിനൊന്ന് സ്മജ് ചെയ്ത്, വൈറ്റാണ് പക്ഷേ ആ കളറ് ഏത് ഫിഗറിൻ്റെ കളറായാലും നമ്മളത് വെള്ളം മുക്കി അതിനെ മാക്സിമം അങ്ങ് ലൈറ്റ് ചെയ്യും കേട്ടോ. അപ്പം ഈ ഒരു കോട്ട് നമ്മൾ ഫുള്ളി കവർ ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ ചുമരിലൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ക്യാൻവാസിൽ വെള്ള ഫിഗർ ചെയ്യുമ്പം ആ കുമ്മായത്തിൻ്റെ കളറായിരിക്കും അവിടെ നിൽക്കുന്നത്. അപ്പം നമ്മൾ ഈ കളർ കൊണ്ട് ഒരു പിഗ്മെൻറ്റേഷൻ കൊടുക്കാനായിട്ടാണ് ആദ്യത്തെ വാഷിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടെ കാണിക്കാം. അതായത് ഇതിൻ്റെ കളേഴ്സുകൾ നമ്മളിത് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ എവിടെയാണോ ഔട്ട്ലൈൻ കൊടുത്ത് ഇത്രയും ചെയ്തിട്ട് പോലും നമ്മളത് ലൈറ്റല്ല ഡാർക്കാണ്. എന്നിട്ട് ഉടനെ ബ്രഷ് വെള്ളത്തിൽ മുക്കി നല്ല വെള്ളമെടുത്ത് ആദ്യം ഇതിൻ്റെ സൈഡിൽ നിന്ന് ലയിപ്പിക്കുന്നു. വീണ്ടും ബ്രഷ് വെള്ളത്തിൽ മുക്കി കുറച്ചുകൂടെ ഇതാകത്തോട്ടാക്കുന്നു. ഫുള്ളി അത് ജോയിൻ ചെയ്താക്കുന്നു. ഉണ്ടോ? ഈ രീതിയിൽ നമ്മൾ ഏകദേശം എല്ലാ ഭാഗങ്ങളിലും കളർ വരും കേട്ടോ. അപ്പോൾ എത്രത്തോളം നമുക്കത് ലൈറ്റൻ ചെയ്യാമോ അത്രത്തോളം ഇതെവിടെ നിന്ന് വീണ്ടും ബ്രഷ് വെള്ളം കൊണ്ട് കുറച്ചൊന്ന് ലൈറ്റൻ ചെയ്യാനാണ് കേട്ടോ. കളർ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കളറ് ഉണങ്ങുമ്പോൾ കളർ നല്ലപോലെ ഒബ്സർവ് ചെയ്തിട്ടായിരിക്കും വരുന്നത് കേട്ടോ. കളർ ഇതിൻ്റെ ഒരു ലെവലിനെ ഇതിനകത്തൊരു എണ്ണമയമോ അല്ലെങ്കിൽ കളർ നമ്മൾ ചെയ്യുമ്പോഴോ ഉണ്ടാകുന്ന ഫോൾട്ടുകൾ പരിഹരിക്കാനാണ് ഇതൊരു വാഷിംഗ് ടെക്നിക്ക് ചെയ്യുന്നത്. ഏത് കളറാണോ ഓരോരുത്തരുടെയും ബേസ് കളേഴ്സ് ഞാനിപ്പം പറഞ്ഞു തരാം കേട്ടോ. ബേസ് കളർ വെച്ച് നിങ്ങൾ സ്കിൻ ടോണായിട്ടുള്ള ഭാഗങ്ങളിലെല്ലാം ഒട്ടും ഡാർക്കാവണ്ട. ഇതിപ്പം ബ്രഷിൽ എനിക്ക് തോന്നുന്നു മിക്സ് ചെയ്തുകൊണ്ടാണ് കുറച്ചൊന്ന് ഡാർക്കായി വരുന്നത്. ഇപ്പം സ്കിൻ ടോണായിട്ട് വരുന്ന ഭാഗങ്ങളിൽ ഓക്കെ. അപ്പം നമ്മൾ ഈ ചെയ്യുന്നത് ഇപ്പം സ്കിൻ ടോണായിട്ട് വരുന്നത് ഇപ്പം ചെസ്റ്റിൻ്റെ അവിടെ കണ്ടോ, ഞാൻ കാണുന്ന ഔട്ട്ലൈൻ്റെ അടുത്ത് മാത്രമാണ് ഈ ഒരു പ്രോസസ്സാണ്. ഷെയ്ഡ്സ് ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഇതിൽ വീണ്ടും ബ്രഷ് വെള്ളത്തിൽ മുക്കി ആദ്യം ബ്രഷിൽ കളർ ഉണ്ടായതുകൊണ്ട് മിക്സ് ചെയ്ത ബ്രഷ് തന്നെ ഉപയോഗിച്ചതാണ് കുറച്ച് ഡാർക്കായി. ഇതുപോലെ വളരെ ലൈറ്റായിട്ടാണ് ഈ ഒരു കളർ ടോണിന് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. നമുക്ക് എവിടെയെങ്കിലും ഡാർക്കായിട്ട് കളർ തോന്നണമെങ്കിൽ ബ്രഷ് ഫ്രീ ആയിട്ടൊന്ന് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം കേട്ടോ ഈ വാഷിംഗ് ചെയ്യുമ്പോൾ എവിടെയെങ്കിലും നമ്മൾ ഉദ്ദേശിക്കാത്ത, കാരണം ഇതൊരു വൈറ്റ് ബോഡിയാണ്, വൈറ്റിൽ ഷെയ്ഡ് മാത്രമേ ഒരു സ്കിൻ ടോണിലോട്ട് വരുന്നുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ വരുന്നിടത്ത് നമ്മളിങ്ങനെ ബ്രഷ് കൊണ്ട് തന്നെ അതിൻ്റെ കളറിൻ്റെ ഡാർക്ക്നെസ്സിനെ വെള്ളം കൊണ്ട് നനച്ച് നമ്മൾ എത്രത്തോളം ക്യാൻവാസസിൽ വെള്ളം നമുക്കതിനകത്ത് കൊടുക്കാമോ അത്രത്തോളം നമുക്കൊരു ചുമരിൻ്റെ എഫക്റ്റിലോട്ട് എടുക്കാൻ പറ്റും. ഈ രീതിയിലാണ് ഇത് വാഷ് ചെയ്യുന്നൊരു ടെക്നിക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? ഇനി ഓരോരുത്തരും ബേസ് കളേഴ്സ് വാഷ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ആ രീതിയിൽ നിങ്ങളുടെ ഫിഗറിൻ്റെ ബോഡി മൊത്തം. പിന്നെ നമ്മൾ
നമുക്ക് ഓരോരുത്തരുടെ ഡ്രസ്സുകൾ എവിടെയെങ്കിലുമൊക്കെ ഡ്രസ്സുകൾ വരുന്നുണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേറൊരു കോമ്പിനേഷൻ എടുക്കുക. ഇവരാരെങ്കിലും ചെയ്യണേ, ഇപ്പം ദീപ മാം എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു മഞ്ഞയാണെങ്കിൽ ആ മഞ്ഞയാണ് എൻ്റെ വൈറ്റ് ഫിഗർ ആണെങ്കിൽ മഞ്ഞ കളറാണ് കൊടുക്കാൻ താല്പര്യമെങ്കിൽ അത് ഡ്രസ്സിലോട്ട് അപ്ലൈ ചെയ്യണം കേട്ടോ. ഡ്രസ്സിൽ കളർ അപ്ലൈ ചെയ്യുമ്പോഴും നമ്മൾ ഇതേ രീതി അങ്ങ് പാലിക്കുക. വാഷിംഗ് ടെക്നിക്കിലാണ് നമ്മൾ ഈ ഒരു പിക്ചറും ഓൾമോസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഉൾപ്പെടെ എല്ലായിടവും ചെയ്യുന്നത്. ഇതേ രീതിയിലാണ് ബോഡി കംപ്ലീറ്റ് ചെയ്യുന്നത്. ഫേസ് ഞാൻ ലാസ്റ്റ് ചെയ്യാം. ഫേസിൽ കണ്ണൊന്നും വരയ്ക്കാത്ത തോന്നുന്നു, ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ഇട്ടതേ ഉള്ളൂ. ഇത് നമ്മൾ പ്രസീത മാം സെലക്ട് ചെയ്ത പിക്ചേഴ്സിൻ്റെ കളറിങ്ങിനായിട്ടാണ് കേട്ടോ. എൻ്റെ ആണെങ്കിൽ തന്നെ നമുക്ക് ഒട്ടും ഡാർക്ക് നിൽക്കാൻ പാടില്ല. നമ്മളിത് ഉണങ്ങിയതിന് ശേഷം ഒരു വൈറ്റ് ബേസിൽ ഈ ഒരു രീതി എല്ലാവർക്കും കളർ ചെയ്യുന്നൊരു രീതി എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഇതിൻ്റെ ഓൾ ഓവർ ബോഡിയുടെ എല്ലാ ഭാഗങ്ങളും നമ്മൾ ഈ ഒരു സ്കിൻ ടോണാണ്. ഇപ്പം ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് പ്രസീത മാം മാത്രമല്ല, ബാക്കി എല്ലാവരും ഈ ഒരു കളർ ഒരു ലീഫിനെങ്കിലും ഇതേ പാറ്റേണിൽ ചെയ്ത് നോക്കണം കേട്ടോ. എങ്കിലും നമുക്ക് ആ കോമ്പിനേഷനും അതിൽ കൊടുക്കുന്ന ഷെയ്ഡ്സും ആ കളറിൻ്റെ ടോണും ഒക്കെ നമുക്ക് കുറച്ചുകൂടെ കിട്ടത്തുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ കളർ എടുക്കുമ്പം ഹാൻഡ് എൻഡ് വരച്ചിട്ടില്ല, അത് വരച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു രീതിയിലാണ് അടുത്ത് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു രാജശ്രീ മാം ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. രാജശ്രീ മാം അടുത്തുള്ള കളർ സെലക്ട് ചെയ്തിട്ടുള്ളത് ഇത് മനസ്സിലായല്ലോ. ഇനി ആരൊക്കെയാണ് ഉള്ളത് ഓരോരുത്തരുടെ ആയിട്ടുള്ളത് ഞാൻ നോക്കട്ടെ. കളേഴ്സുകൾ അടുത്ത ആരുടെയെങ്കിലും. പ്രഭ ജോയിൻ ചെയ്തില്ലല്ലോ. ഷിജിനെയും ജോയിൻ ചെയ്തിട്ടില്ല. ദീപ മാം ഉണ്ട് അല്ലേ? സുനിത മാം വേറൊരു ക്യാൻവാസിൽ കൂടെ വരച്ചിട്ടുണ്ട്. ഞാൻ മാറ്റിയിട്ട് സുനിത മാം യെല്ലോ അല്ലേ, ഒരു യെല്ലോ ഓക്കറിൻ്റെ സ്റ്റഫുള്ളത് എടുത്തോട്ടെ. കളറ് ഇതല്ലേ സുനിത മാം സെലക്ട് ചെയ്ത കളറ്? സുനിത മാം ഈ ഒരു കളറല്ലേ? ഇതിനകത്ത് മാല കയ്യിൽ പിടിച്ചിട്ടില്ല. അതെ ആ പിക്ചർ തന്നെ ഫസ്റ്റ് ഇട്ട ഈ ഒരു പിക്ചർ. ഓക്കെ. ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത് 2 ഡ്രോപ്പ് യെല്ലോ ഓക്കറും 1 ഡ്രോപ്പ് കാഡ്മിയം യെല്ലോയാണ് വാഷ് ചെയ്യാനായിട്ടുള്ളത്. 3 ഡ്രോപ്പ് കളർ വരുന്നുണ്ട്. 2 ഡ്രോപ്പ് യെല്ലോ ഓക്കറും 1 ഡ്രോപ്പ് കാഡ്മിയം യെല്ലോ, അല്ലെങ്കിൽ നമ്മൾ ക്രോം യെല്ലോ എന്ന് പറയുന്ന കളറാണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് വാഷിങ്ങിന് യൂസ് ചെയ്യുന്നത് കേട്ടോ. റെഡ് വരച്ചിട്ട് അതിൽ നമുക്കൊരു 10 ഡ്രോപ്പെങ്കിലും വാട്ടർ ചേർത്ത്, 10ഓ 12ഓ ചേർത്തുള്ളൂ കേട്ടോ. കാരണം യെല്ലോ ആയതുകൊണ്ട് കുറച്ചുകൂടെ ഫില്ലാണ്, വൈറ്റ് കുറച്ചുകൂടെ ലൈറ്റ് ആവണം കേട്ടോ. പിന്നെ നമ്മൾ ഇതിനകത്ത് ഡ്രോപ്പ് അളവിലല്ലല്ലോ ചേർക്കുന്നത്. നമുക്ക് ഈ നമ്മൾ ട്യൂബല്ലേ കളർ എടുക്കുന്നത് കറക്റ്റ് അളവ് അറിയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് കുറച്ച് തിക്കാവായിരിക്കും. മാക്സിമം ലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുക കേട്ടോ. വാഷിംഗ് വെള്ളം കൂടുതലല്ലേ, ഒരു 10ഓ 12ഓ ഡ്രോപ്പ് നല്ല പോലെ അതുണ്ട്. അല്ലെങ്കിൽ ഇപ്പം അളവ് കാണിക്കാം കേട്ടോ, ചെയ്ത് കാണിക്കാം.
ഇത് നമുക്ക് ഇതാണ് നമ്മൾ ശരിക്കും ഇപ്പം നമ്മൾ സുനിത മാം എടുത്തിരിക്കുന്ന ഒരു ഫിഗറിൻ്റെ കളറാണ്. പഴയ കാലത്തെ ചുവർ ചിത്രങ്ങളിൽ യൂസ് ചെയ്തിരുന്ന അല്ലെങ്കിൽ നാച്ചുറൽ കളേഴ്സിൽ നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു എഫക്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഈ ഒരു ടോണാണ്, ഒരിക്കലും ഒരു ഫ്ലൂറസൻ്റ് എഫക്റ്റ് അല്ല ഇതിനകത്ത് നമ്മൾ കാഡ്മിയം യെല്ലോ ഒട്ടും വാഷ് ചെയ്തില്ല, അതിന് പകരം യെല്ലോ ഓക്കർ തന്നെയാണ് ഡയറക്റ്റ് നമ്മൾ വാഷ് ചെയ്തിരുന്നത്. പക്ഷേ ഞാൻ ഇതിനകത്ത് പറഞ്ഞത് നമുക്ക് ഡാർക്ക് ടോണിൻ്റെ ഷെയ്ഡ്സ് വരുമ്പോൾ ഒട്ടും ഹൈലൈറ്റ് കാണിക്കാതെ വരും കേട്ടോ. ഇത് വലുതായിട്ട് അറിയത്തില്ല, ഫസ്റ്റ് വാഷിങ്ങിന് മാത്രമേ നമ്മൾ ഈ കാഡ്മിയം യൂസ് ചെയ്തിട്ട് പിന്നെ കാഡ്മിയം യൂസ് ചെയ്യത്തില്ല. നമ്മുടെ നാച്ചുറൽ കളർ പോലെ അത്രയും ഫ്രഷ് അല്ല നമ്മളിപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്ന യെല്ലോ ഓക്കർ എന്ന് പറയുന്നത്. അതിനകത്ത് കുറച്ചുകൂടെ ഒരു മഡിൻ്റെ ചെളിയുടെ ഒരു ഇതുണ്ട്. അപ്പോൾ നമ്മൾ ലെയർ ചെയ്യുമ്പം ഒരു സ്ക്രാച്ച് പോലെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ഒരു കളർ കാഡ്മിയം യെല്ലോ എൻ്റെ കിട്ടിയത് കളർ വരുന്നുണ്ട്. ദീപാവിൻ്റെ പിക്ചറിൻ്റെ എന്തുമായിരുന്നു കളറ്? മഞ്ഞ എന്നു തോന്നുന്നു അല്ലേ? ദീപാവ മഞ്ഞയല്ലേ? ദീപം മഞ്ഞയാണ്. ദീപ മാമിന്റെ ഞാൻ എത്തി. വേറെ എവിടെയോ ഓടി. ഞാന് ഗേറ്റിന്റെ അങ്ങോട്ട് പോയിട്ട് ആരോ വന്നു, ഞാൻ ഓടി തിരിച്ചു വരികയായിരുന്നു. എല്ലോ അല്ലേന്ന് ചോദിക്കായിരുന്നു. അതെ അതെ സുനിത മാമിന്റെ ഇപ്പം ചെയ്ത് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. വേറെ കളർ കോമ്പിനേഷൻ വൈറ്റ് യെല്ലോ ഇത് പോയിട്ടുള്ള കോമ്പിനേഷനുള്ള ആരുണ്ട് ഇപ്പം? ആശിഷിക്ക് ഏതാ പറഞ്ഞ നമ്മളെ? വൈറ്റ് മാറ്റാന്ന് പറഞ്ഞല്ലേ, ഗ്രീനിലോട്ടാക്കാന്ന് പറഞ്ഞു. കേട്ടോ ആശിഷ? കാരണം ഇത് സുനിത മാമും ആശിഷയും ചെയ്യുന്ന ചിത്രം ഏകദേശം ഒരേ ചിത്രമാണ് കേട്ടോ. സെലക്ട് ചെയ്ത് ഇട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ വരച്ചപ്പോഴാണ് മനസ്സിലായത് ഒരു ചിത്രം തന്നെയാണ് രണ്ടുപേരും ചെയ്യുന്നതിന്. കുറച്ച് കാര്യങ്ങൾ നമുക്ക് കളറിങ്ങിലൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ. ബാക്ക്ഗ്രൗണ്ടിലൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. പിന്നെ ഡ്രസ്സിൻ്റെ അളവിലൊക്കെ കുറച്ച് വ്യത്യാസം കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ 2 ഡ്രോപ്പ് യെല്ലോ ഓക്കറും 1 ഡ്രോപ്പും കാഡ്മിയം യെല്ലോ കൂടി മിക്സ് ചെയ്ത കളറാണ്. അതിൽ നല്ല പോലെ വെള്ളം ചേർക്കുകയാണ് കേട്ടോ. വെള്ളം നമ്മളതിന് ഒട്ടും കുറയ്ക്കണില്ല, വെള്ളം നല്ല പോലെ ചേർക്കുകയാണ് കേട്ടോ. എല്ലാവരുടെയും ഒരു കളർ കോമ്പിനേഷൻസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ രീതിയിലാണ് ഒന്ന് വാഷ് ചെയ്യേണ്ടത്. ഇത് നമുക്ക് ഫസ്റ്റ് കോട്ട് നമുക്ക് നമ്മൾ നാച്ചുറൽ കളേഴ്സ് ആകുമ്പോൾ നമ്മൾ ചെയ്ത് ഒരു 10 മിനിറ്റ് ആവും മുമ്പേ അത് പോകണം കേട്ടോ. പിന്നെ നമുക്ക് അതിനകത്ത് നമ്മൾ കളർ ഇളക്കാനോ ഒന്നും പറ്റത്തില്ല. നമ്മൾ തല വാഷ് ചെയ്ത് കാല് വരെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ തലയിൽ സെക്കൻഡ് കോട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ക്യാൻവാസിൽ അങ്ങനെ പറ്റത്തില്ല. ക്യാൻവാസിൽ അല്ലെങ്കിൽ നമ്മൾ അത്രയും തിക്നെസ്സിൽ ടെമ്പററി രീതിയിൽ വാഷ് ചെയ്യണം കേട്ടോ. അപ്പം നമുക്കത് ഉണങ്ങിയിട്ടേ അടുത്ത കോട്ട് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ആ എഫക്റ്റ് ഒരിക്കലും വരത്തില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ക്യാൻവാസിൽ കുറച്ചുകൂടെ സമയം എടുക്കും. പിന്നെ നമ്മൾ ഡിസ്റ്റംബർ അല്ലെങ്കിൽ എമർഷനൊക്കെ നന്നായിട്ട് അടിച്ചിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഇതാണിപ്പോൾ സുനിത മാമിൻ്റെ പിക്ചർ ഞാൻ റെഡിട്ട് വരയ്ക്കാത്തതുകൊണ്ട് ക്ലിയറായിട്ട് ആയിട്ടില്ല. എന്നാലും ഞാൻ എൻ്റെ കൈ പോർഷനാണ് കാണിക്കുന്നത്. കൈയൊക്കെ കുറച്ചുകൂടെ വരയ്ക്കാനുണ്ട്. നാളത്തേൽ ഞാൻ കറക്റ്റായിട്ടൊന്ന് റെഡിയാക്കി തരാം കേട്ടോ. എനിയിപ്പോൾ ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ എടുക്കുകയാണ്. കിടന്നിട്ട് ഇപ്പോൾ ഇത് നമ്മളിത് വാഷ് ചെയ്ത് കഴിഞ്ഞു.
ഇനി നമ്മളിത് ഇതിനകത്ത് നല്ലതായിട്ട് കേട്ടോ, വളരെ ലൈറ്റായിട്ടാണ് കളർ ചെയ്യുന്നത്. കാണാമല്ലോ ചെയ്യുന്ന ഭാഗം വളരെ ലൈറ്റായിട്ടാണ് നമ്മൾ കളർ വാഷ് ചെയ്യുന്നത്. ആദ്യത്തെ കോട്ട് നമുക്ക് വളരെ, അതായത് അത് നമ്മുടെ ക്യാൻവാസും നമ്മുടെ കളറുമായിട്ടൊന്ന് അഡ്ജസ്റ്റ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നൊരു ഫില്ലിങ്ങാണ്. അല്ല അതിൻ്റെ കളർ കൊടുക്കുന്നതല്ല, പകരം നമ്മൾ അതിനെ ഒന്ന് നനച്ച് വയ്ക്കുക എന്ന് പറയും കേട്ടോ. ക്യാൻവാസിന് ഒന്ന് ഈർപ്പം പിടിപ്പിക്കുക. അടിയിലത്തെ കളറുകൾ ഡോട്ടൊക്കെ ഇടുമ്പം അടിയിൽ പിടിക്കാനായിട്ട് അത് സെറ്റ് ആവാനായിട്ട് കൊടുക്കുന്നൊരു ലെയറാണ് ഈ ഒരു വെള്ളത്തിൻ്റെ ഇതെന്ന് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ വളരെ ലൈറ്റായിട്ട് വേണം നമ്മൾ കളറിങ് ചെയ്യേണ്ടത്. എല്ലാവരുടെയും ഈ ഒരു ടെക്സ്റ്റേഴ്സ് തന്നെയാണ്. കോമ്പിനേഷൻ എത്ര ഡ്രോപ്പ് കളറാണോ അതിൻ്റെ 4 or 5 ഇരട്ടി വരെ നമുക്ക് എന്ത് ചെയ്യാം, വെള്ളം ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ടിങ്ങനെ ഔട്ടർ കൊടുക്കുക, ജസ്റ്റ് ഒന്ന് വെള്ളം വെച്ച് അതിനെ ഒന്ന് സ്മജ് ചെയ്തെടുക്കുക. വീണ്ടും ബ്രഷ് വെള്ളത്തിൽ മുക്കുക, വീണ്ടും അകത്തോട്ട് സ്മജ് ചെയ്തെടുക്കുക കേട്ടോ. ഈ രീതിയിൽ സ്മജ് ചെയ്തെടുക്കുന്ന ഒരു മെത്തേഡാണ് നമ്മളിതിനകത്ത് ബോഡിയുടെ കളർ വാഷിങ് ഫസ്റ്റ് കോട്ടെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും കളറിങ്ങിൻ്റെ ഒരു വാഷിങ്ങാണ് നമുക്കിന്ന് ചെയ്യേണ്ടത്. നമുക്ക് കുറേ കളർ, അതായത് ഇപ്പോൾ 10 പേരോളം നമ്മൾ കറക്റ്റായിട്ട് ഈ കോഴ്സസിന് ഇപ്പോൾ 10 പേരുണ്ട്. അപ്പോൾ 10 പേരുടെയും ചിത്രങ്ങൾ കേട്ടോ, 10 പേരുടെയും ഓക്കെ. ഇപ്പം ആരാ ജോയിൻ ചെയ്തേ? ഓ, ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു, അവർ ഇപ്പോഴാണ് പോയത്. ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഇട്ടേക്കാം കേട്ടോ. ഞാൻ കുറച്ച് പേരുടെ പിക്ചറുകൾ പ്രഭയുടെയും വരച്ചിട്ടുണ്ട്. കുറച്ച് പേരുടെ ഓരോരുത്തരായിട്ട് കളറിങ് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്ന രീതി. ആദ്യത്തെ 2 ഫിഗർ, രണ്ടാമത്തെ ഫിഗർ ഇപ്പം ചെയ്യുന്നത് വാഷിങ് പറയാം, പ്രഭയുടെ ആയിട്ടില്ല. അപ്പോൾ ഇത് നമ്മളിങ്ങനെ നല്ല പോലെ വെള്ളം ചേർത്ത് നമ്മൾ ആ ബോഡിയിലെ ആ ഫിഗറിനോട് ചേർത്ത് ചെയ്യണം. ഇതേപോലെ തന്നെ നമ്മൾ ലീഫുകളിൽ ചെയ്യുമ്പോഴും ഫസ്റ്റ് കോട്ട് വെള്ളം കൊണ്ട് വാഷ് ചെയ്യണം. ഇപ്പം നിങ്ങൾ ഒരു ലീഫ് ഈ ഒരു കളർ കൊടുക്കുക കേട്ടോ, രണ്ടാമത്തെ ലീഫ് ഈ ഒരു കളർ കൊടുക്കുക. എങ്ങനെയാണ് ചെയ്യുന്നത്? ഔട്ടർ കൊടുത്തിട്ട് വെള്ളം കൊണ്ടൊന്ന് സ്പഞ്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ ആ കളറിൻ്റെ കോമ്പിനേഷൻ മിക്സ് ചെയ്യാൻ പഠിച്ചു. പിന്നെ എന്ത് ചെയ്യാൻ പഠിച്ചു? ഷെയ്ഡ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, അതിനകത്ത് എങ്ങനെയാണ് ഡോട്ട് അപ്ലൈ ചെയ്യണത്, അതിനകത്ത് എങ്ങനെയാണ് സ്മജ് ചെയ്യണത്, ആ കളർ എങ്ങനെയായിരിക്കും സ്മജ് ചെയ്യുമ്പോൾ വ്യത്യാസം, അതിൻ്റെ ഷെയ്ഡ് ഏതൊക്കെയാണ്. അതുകൊണ്ട് 1 or 2 ഇലകൾ ചേർത്ത് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒരു സൈഡിലെങ്കിലും ഷെയ്ഡ്സ് പഠിക്കാനായിട്ട് നമുക്ക് നല്ല രീതിയിൽ പറ്റും. പിന്നെ എല്ലാം ബാക്ക്ഗ്രൗണ്ട്, ഇതിൻ്റെ ഇലയിൽ കാണുന്ന ബാക്ക്ഗ്രൗണ്ട് എല്ലാം ഞാൻ ഇപ്പോൾ റെഡാണ് കൊടുക്കുന്നത്, മ്യൂറൽ റെഡാണ്. അപ്പോൾ മ്യൂറൽ റെഡ് കൊടുക്കുമ്പോൾ അതും ഇതുപോലെ തന്നെയാണ് നമ്മൾ വെള്ളം കൊണ്ട് ആദ്യം വാഷിംഗ് ടെക്നിക്സാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഈ ഒരു രീതിയിലാണ് അതിൻ്റെ ഫിഗർ വരുന്നത്. അടുത്ത ആളുടെ കളർ പറയുമോ? ഫുള്ളാക്കിയിട്ടില്ല. അടുത്ത ആൾ ദീപ മാം അല്ലേ? ദീപ മാമിൻ്റെത് കുറച്ചുകൂടെ നമ്മുടെ ഇപ്പോഴും നമ്മൾ മ്യൂറൽ ചിത്രങ്ങളിലൊക്കെ കാണുന്ന കറക്റ്റായിട്ടുള്ള ഒരു യെല്ലോയാണ് കേട്ടോ. ഈ ഒരു ചിത്രത്തിൽ ഭയങ്കര ഒരു ഓറഞ്ചിഷ് കളർന്ന യെല്ലോ ആണ്. നമുക്ക് അതിനകത്ത് കാഡ്മിയം യെല്ലോ ഡയറക്റ്റായിട്ട് വാഷ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യൻ യെല്ലോ എന്ന് പറയുന്നത് കറക്റ്റ് നമ്മുടെ ഈ ഒരു കളർ ടോണാണ്. ഇപ്പോൾ നമ്മൾ ഈ മ്യൂറലിൽ ചെയ്യുമ്പോൾ ചിലവരുടെ ഇതിൽ ഒട്ടും മഞ്ഞയല്ലായിരിക്കും, ഒരു ഓറഞ്ചിഷ് എഫക്റ്റാണ് കൂടുതലും വരുന്നത് കേട്ടോ. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇന്ത്യൻ യെല്ലോ എന്ന് പറയുന്ന യെല്ലോ ആണ്. അത് കുറച്ചുകൂടെ ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡാണ് നമുക്ക്. പക്ഷേ ഞാനിപ്പോൾ ഇതിനകത്ത് കാഡ്മിയമാണ് പറഞ്ഞത്. മൈക്ക് മ്യൂട്ടല്ല കേട്ടോ. ഈ ഒരു ഇന്ത്യൻ യെല്ലോയുടെ ഷെയ്ഡാണ് നമുക്ക് കണ്ടത്. ഇന്ത്യൻ യെല്ലോ എന്ന് പറയുന്നത് ഏകദേശം ഒരു ഓറഞ്ച് ഷെയ്ഡാണ്. ഇന്ത്യൻ യെല്ലോയുടെ ഷെയ്ഡാണ് നമുക്കിതിനകത്ത് യൂസ് ചെയ്യണം. പക്ഷെ നമ്മൾ കാഡ്മിയം യെല്ലോ, പെർമനന്റ് യെല്ലോയും ഇന്ത്യൻ യെല്ലോയും സെയിം ആണോ? പെർമനന്റ് യെല്ലോ ഒന്ന് എടുത്തോട്ടെ, എൻ്റെ ഉണ്ടെന്ന് പറഞ്ഞത് യെല്ലോ. പെർമനന്റ് ഇന്ത്യനും സെയിം ആണ് കേട്ടോ. ഓക്കെ. 338 അല്ലേ നമ്പർ വരുന്നേ? ഓക്കെ, ശരി. നമുക്ക് അതല്ല നമ്മുടെ കാഡ്മിയം യെല്ലോ ആണ് ഉള്ളതെങ്കിൽ ഒരു 3 ഡ്രോപ്പ് കാഡ്മിയം യെല്ലോ എടുക്കുമ്പോൾ ഒരു 1/2 ഡ്രോപ്പ് വേണ്ട, അതിനേക്കാളും കുറച്ച്
നമുക്ക് സ്കാർലറ്റോ വെർമിലിയൻ റെഡോ ചേർക്കാം കേട്ടോ. ഹാഫ് ഡ്രോപ്പോ അതിൻ്റെക്കാളും കുറച്ചുകൂടെ താഴത്തെ. ഇന്ത്യൻ യെല്ലോ ഉണ്ടെങ്കിൽ കറക്റ്റ് കളറാണ്. ഇന്ത്യൻ യെല്ലോ അല്ലെങ്കിൽ പെർമനൻറ്റ് യെല്ലോ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സെയിം ടോണിലോട്ട് ഡയറക്റ്റ് ഫസ്റ്റ് അപ്ലൈ ചെയ്യാം. ഇല്ലാത്തവരൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഒരു 3 ഡ്രോപ്പ് കാഡ്മിയം അല്ലെങ്കിൽ ക്രോമെല്ലോ എടുക്കുമ്പം വളരെ കുറച്ച് അളവിൽ കേട്ടോ, വളരെ കുറച്ച് അളവിൽ നമുക്കതിൽ എന്ത് ചേർക്കാം, ഒരു സ്കാർലറ്റ് റെഡ് ചേർക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു കളറിലോട്ട് വരാം. ഇന്ത്യൻ യെല്ലോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഓറഞ്ചിഷിൻ്റെ ഷെയ്ഡാണ്. ബൗളിലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ബൗളെടുത്ത് വെച്ചതാണ്. പക്ഷെ അത് മുട്ട വയ്ക്കുന്നില്ലേ, മുട്ട വയ്ക്കുന്ന നല്ല കുഴിഞ്ഞൊരു ഡ്രോയറൊക്കെ ഞാൻ എടുത്ത് വെച്ച് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞുകൊണ്ട് ആ റൂമിൽ ഇരിക്കുന്നു. ഇപ്പോൾ എടുക്കാൻ പഠിച്ചിട്ടാണ്. വലിയൊരു സാധനം. ഇതിനകത്തും നമ്മൾ നല്ല ഇരട്ടിയിൽ 3 ഡ്രോപ്പ് കളറൊക്കെ ആണെങ്കിൽ 12 ഡ്രോപ്പ് വരെ വാട്ടർ നന്നായിട്ട് ലൈറ്റാക്കി ചെയ്യുക കേട്ടോ. വളരെ ലൈറ്റായിട്ട് ചെയ്ത് നമ്മൾ കാണുമ്പോൾ ഭയങ്കര യെല്ലോ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും നമ്മൾ കുറച്ച് കളറിൽ മാത്രമേ ലെമൺ യെല്ലോ അല്ലെങ്കിൽ കാഡ്മിയം യെല്ലോയ്ക്ക് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യത്തുള്ളൂ. കൂടുതലും നമുക്ക് അതിൻ്റെ ഒരു ബ്രൈറ്റ്നെസ് ഷെയ്ഡ്സ് കൊടുത്തിട്ട് ചെയ്ത് ഒരു നാച്ചുറൽ കളേഴ്സിൻ്റെ എഫക്റ്റ് തോന്നാനായിട്ട് കേട്ടോ. ഇപ്പോഴത്തുള്ള ഫിഗർ ദീപ മാമിൻ്റെ ഫിഗറാണ് വരച്ചത്. കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഇതിൽ നമ്മൾ ഇതേ മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതാ ഒരു ഫ്രഷ് ആയിട്ടുള്ള വാട്ടർ അടുത്തടുത്ത് വെച്ചോളണം. വലിയ പാത്രത്തിൽ എടുത്തിരുന്ന കളർ മിക്സിങ് ആവാതിരിക്കാൻ വേണ്ടി. ഇതിനകത്ത് നമുക്ക് അറിയാം, ഇപ്പോഴേ നമ്മുടെ ഇതിൻ്റെ കളർ ഡിഫറൻസ് അറിയാം. നമ്മൾ 2 യെല്ലോ ആണെങ്കിലും ഈ ഒരു കളറും തമ്മിൽ കുറേയേറെ വ്യത്യാസം നമുക്ക് പിക്ചർ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും കേട്ടോ. മറ്റേത് കുറച്ചുകൂടെ ഡള്ളായിട്ടുള്ളത് ആ 2 ടോണുകളിലാണ് നമുക്കിതിനകത്ത് വരുന്നത്. ഇങ്ങനെ ഒരു രീതിയിലാണ് നമ്മളിത് ഫുള്ളി വാഷ് ചെയ്തെടുക്കേണ്ടത്. ഈ ചെസ്റ്റിൻ്റെ പോർഷൻ നമുക്ക് ഡ്രസ്സ് ഉണ്ടെങ്കിലും അല്ലെങ്കിലും നമ്മളൊരു ചെറിയ ലൈറ്റായിട്ട് യെല്ലോ കൊണ്ട് ഒരു റൗണ്ട് പോലെ വരയ്ക്കണം കേട്ടോ. അത് എല്ലാവരും വളരെ ലൈറ്റായിട്ട് ഇതുപോലൊരു കളർ മിക്സ് ചെയ്തെടുത്തിട്ട് വളരെ ലൈറ്റായിട്ട് റൗണ്ട് പോലെ അതിൽ ഡ്രസ്സൊക്കെ അതിൻ്റെ പുറത്തോട്ട് കടന്നോട്ടെ. നമ്മൾ ഷെയ്ഡ് അപ്ലൈ ചെയ്യുമ്പം എവിടെ നിന്ന് അപ്ലൈ ചെയ്യണം എന്നുള്ളത് നമുക്ക് അറിയണമെങ്കിൽ ആ രീതിയിൽ നമുക്ക് റൗണ്ട് ആവശ്യമാണ് കേട്ടോ. നമ്മുടെ പടത്തിൽ ചിലപ്പോൾ കാണത്തില്ല, പക്ഷെ നമ്മൾ ഒരു യെല്ലോ കളർ കൊണ്ട് ലൈറ്റായിട്ട് അതിൻ്റെ പുറത്തൂടെ ഒരു സർക്കിള് ചെസ്റ്റിൻ്റെ പോർഷനിൽ വരയ്ക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ഒരു സൈഡിൽ ഷെയ്ഡ് ഡാർക്ക് ആവുകയും ഒരു സൈഡിൽ ലൈറ്റ് ഡാർക്ക് ആവുകയും അപ്പോൾ ആ ഒരു ഷേപ്പിന് ഭംഗി ഉണ്ടാകത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് റൗണ്ട് രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത്. നമ്മൾ സ്കിന്നിന് ഏത് കളറാ കൊടുക്കുന്നത് അതല്ലേ ചെയ്യണ്ടേ? ആ കളറാ അല്ല, യെല്ലോ കളർ വെച്ച് ചെയ്യാം കേട്ടോ. യെല്ലോയോ വളരെ ലൈറ്റായിട്ട് എടുത്തിട്ട് കേട്ടോ ഒരു റൗണ്ട്. നമ്മൾ ചിലപ്പോൾ ഓർണമെൻറ്റ്സ് ചെയ്തിരിക്കാം, ചിലപ്പോൾ മുലക്കച്ച ചെയ്തിരിക്കാം, ചിലപ്പോൾ മുടി കിടക്കാം, എന്തോ കടന്നോട്ട് അതിൻ്റെ പുറത്തുകൂടെ ലൈറ്റായിട്ട് ഒന്ന് ചെയ്തിരിക്കുക കേട്ടോ, റൗണ്ടിൻ്റെ ഒരു ഷേപ്പിൽ. ഇനി ഒരു കോട്ടൂടെ വൈറ്റ് കൊടുത്തിട്ട് ഞാൻ ഇതിൻ്റെ പുറത്ത് കറക്റ്റായിട്ട് ഡ്രോയിങ് ഇടാം കേട്ടോ. കുറച്ചുകൂടി എനിക്കൊന്ന് സമയം എടുക്കണമായിരുന്നു, പറ്റിയില്ല. അവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ
റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലേ സ്കൂളായിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഒപ്പത്തിൽ ഓട്ടമായിപ്പോയി. അപ്പം ഇതാണ് അടുത്ത കളർ. അടുത്ത ആരാ ഉള്ള പറയൂ. ആശിഷയുണ്ട്, ലിബിഷയുണ്ട്. യെല്ലോയുടെ ടോൺ തീർത്തിട്ട് അതിലോട്ട് പോകും. അപ്പോൾ കളർ മിക്സ് ചെയ്യാൻ പാടാണ്. ഷിജിന ജോയിൻ ചെയ്തില്ലേ? ആദ്യം ചോദിച്ചപ്പോഴല്ലേ. ഷിജിനയുടെ ഒരു ബ്ലൂവിൻ്റെ കണ്ടന്റാണ് വരുന്നത്. ഗ്രീൻ പോലത്തെ ഒരു കളറാണ്. എന്റേത് കഴിഞ്ഞായിരുന്നോ? പ്രഭയുടെ ഏത് കളറാ പറഞ്ഞ പ്രഭ? ഒരു യെല്ലോ ഒക്കറാന്ന് തോന്നുന്നു, മറ്റേ വൈറ്റിൽ യെല്ലോ ഒക്കറാണെന്ന് തോന്നുന്നു. ഒരു സരസ്വതിയുടെ ഇതും നമ്മൾ പ്രസീത മാം ചെയ്ത കളറുമായിട്ട് വളരെ സിമുലേഷനുള്ള കളറിങ്ങാണ് കേട്ടോ. പ്രസീത മാമിൻ്റെ ഒരു സ്കിൻ ടോണാണ്. ഇതും ഏകദേശം അതേപോലെയാണ്. അതിൽ നമുക്ക് സെക്കൻഡ് കോട്ടിലോ തേർഡ് കോട്ടിലോ നമുക്ക് കുറച്ചൊന്ന് ഡാർക്ക് ചെയ്ത് എടുത്താൽ മതി കേട്ടോ. ആ രീതിയിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഞാനിപ്പോൾ ജസ്റ്റ് അതായത് നമ്മൾ പ്രസീത മാമിൻ്റെ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. 2 ഡ്രോപ്പ് യെല്ലോ ഓക്കറിലൂടെ 1 ഡ്രോപ്പ് സ്കാർലറ്റ് റെഡാണ് മിക്സ് ചെയ്തത് കേട്ടോ. ഇതിനകത്ത് അതിനൊന്ന് ഹാഫ് ഡ്രോപ്പ് ആക്കിയാൽ മതി. ഇതിന് നമ്മൾ ചെയ്യുന്നത് 2 ഡ്രോപ്പ് യെല്ലോ ഓക്കറിൻ്റെ ഹാഫ് ഡ്രോപ്പ് സ്കാർലറ്റ് റെഡ് കേട്ടോ. ഹാഫ് ഡ്രോപ്പ്, അതായത് വളരെ ലൈറ്റ് ആയിട്ടുള്ളൊരു ഓറഞ്ച് കണ്ടന്റ് അതിനകത്ത് കയറ്റാൻ വേണ്ടിയാണ്. എന്നാൽ നമ്മളതൊരു ഫ്ലൂറസെൻ്റ് പോലെ എടുത്ത് കാണിക്കാത്ത വിധത്തിൽ കേട്ടോ. ആ രീതിയിലാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. യെല്ലോ ഓക്കറിനേക്കാളും കുറച്ചുകൂടെ ഒരു സ്കിൻ ടോൺ കാണാം. പ്രൊഫൈൽ സെലക്ട് ചെയ്യുന്ന പിക്ചറിൽ യെല്ലോ ഓക്കറിൻ്റെ കണ്ടൻറ്റാണ് കൂടുതൽ കാണുന്നത്. നമ്മൾ നോർമലി വൈറ്റ് ഫിഗേഴ്സിന് ചെയ്യുന്ന ഒരു ഷെയ്ഡ് ഇപ്പോൾ പ്രൊഫൈൽ സെലക്ട് ചെയ്ത സരസ്വതിയുടെ പിക്ചറിൽ വരുന്നതാണ്. നോർമലി പച്ചയൊക്കെ കൊടുക്കുന്നതിനേക്കാളും കൂടുതലും ആൾക്കാർ വൈറ്റ് കളർ ഫിഗേഴ്സിന് ചെയ്യുന്നൊരു ഷെയ്ഡാണ്. നമുക്ക് ഏതൊരു കസ്റ്റമറിന് കൊടുക്കണമെങ്കിൽ വെള്ള കളർ ഫിഗർ വേണമെന്ന് പറഞ്ഞാൽ ഏറ്റവും യോജിക്കുന്നത്, വെള്ള ബോഡിക്ക് ഏറ്റവും യോജിക്കുന്നൊരു കളറാണ് യെല്ലോ ഓക്കർ കണ്ടൻറ്റ് വരുന്ന ഈ ഒരു ഷെയ്ഡ് കേട്ടോ. അപ്പോൾ വൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഷെയ്ഡുകളുണ്ടെങ്കിലും നമുക്ക് ഒരു കസ്റ്റമറിന് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ഭംഗി തോന്നിക്കുന്നൊരു ഷെയ്ഡാണ് വൈറ്റ് കളറിൽ ഈ ഒരു ഷെയ്ഡ് കേട്ടോ. അപ്പം ഈ ഒരു ഷെയ്ഡ് എല്ലാവരും ഏതിലെങ്കിലും ഒന്ന് കറക്റ്റായിട്ട് ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കും. നമ്മളിപ്പം ഇതിനകത്ത് കുറച്ചുകൂടി യെല്ലോ ഓക്കർ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റ് എടുത്ത ആരുടെയും മൈക്ക് മ്യൂട്ടല്ല, മ്യൂട്ടാക്കിക്കൊള്ളേ. മിന്നുവേ അവിടെ മുട്ടയുടെ ഒരു ഇത് മേടിച്ച് വെച്ചിട്ട് അതിലും എടുത്തുകൊണ്ട് പിന്നെ ഈ വെള്ളവും കൂടെ ഒന്ന് മാറ്റിയെടുക്കണം. മുട്ട വയ്ക്കുന്നൊരു ഡ്രോ വാങ്ങിച്ച് വെച്ചിട്ടില്ലേ, ഗ്ലാസ് ട്രാൻസ്പെറൻറ്റ് ഡൈനിങ് ടേബിളിലുണ്ട്. ഇത് ഉണ്ടാകുന്ന ഞാൻ ഇതിന് വേണ്ടിയിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടി മേടിച്ചത് കേട്ടോ. മിക്സ് ചെയ്യാൻ കഴിയുന്നില്ല. ഇതിൽ പ്രഫയുടെ പിക്ചർ ഫുള്ളായിട്ടില്ല, ഞാൻ പിക്ചറുകൾ ക്ലിയർ ആക്കാം. ജസ്റ്റ് ഞാനൊന്ന് ഷെയ്ഡ് മാത്രം കാണിക്കാനായിട്ട് അതിൽ കാണാം. ഫിഗർ ഇവിടെ ഉണ്ട്. ഫിഗർ ക്ലിയർ ആക്കി വരയ്ക്കും. എല്ലാവരുടെയും ഒരു ഔട്ട്ലൈൻ ഇട്ട് പോയതേ ഉള്ളൂ. ഇതാരുടെയോ മൈക്ക് മ്യൂട്ട് അല്ല, ആരുടെയാണ്? പോട്ടെ. എടുത്തത്
ഇതിന് അവരുടെയാന്ന് തോന്നുന്നു മൈക്ക്. ഷിജിന മാമിൻ്റെ ഷിജിന പ്രഭയുടെ ഫുള്ള് ചെയ്തിട്ടില്ല, ഞാൻ ചെയ്തോളാം കേട്ടോ പ്രഭ. ശരി മാം. ജസ്റ്റ് നമ്മൾ ഇതിപ്പോൾ ഞാൻ ചെസ്റ്റിൻ്റെ പുറത്തുള്ളത് ഒരു സർക്കിളായിട്ട് തന്നെ കാണിക്കുന്നത് ചെസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതിനകത്തല്ല നമുക്ക് മുളക്കൊച്ചിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാണും നമ്മൾ കവർ ചെയ്യാനായിട്ട്. പക്ഷെ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ ഇട്ടു. ഇതിനകത്ത് നമ്മളിത് ഈ ഒരു കളർ വെച്ച് കഴിഞ്ഞിട്ട് അടുത്ത് നമ്മൾ ചെയ്യുന്ന വെള്ളമാണ് കേട്ടോ. വെള്ളം കൊണ്ട് നല്ല ഡൈല്യൂട്ട് ചെയ്ത കളറിൽ വെള്ളം കൊണ്ട് നമ്മളിപ്പം 3 ഡ്രോപ്പ് കളർ എടുത്തിട്ടുണ്ട്. 3 അല്ലെങ്കിൽ 3.5 ഡ്രോപ്പ്, 12 15 ഡ്രോപ്പ് വരെ നമ്മളിതിനകത്ത് വാട്ടർ ആഡ് ചെയ്യും. വാട്ടർ ആഡ് ചെയ്തിട്ട് ഈ കളർ കൊടുത്ത് വീണ്ടും വാട്ടറിൽ മിക്സ് ചെയ്താണ് നമ്മൾ ഈ കളർ കൊടുക്കുന്നത് കേട്ടോ. അപ്പം ശരിക്കും ഔട്ടർ മാത്രമേ ചെറിയൊരു ഡാർക്ക് ഷെയ്ഡ് വരുള്ളൂ. ബാക്കി എല്ലായിടത്തും എന്താണ് വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരേ പോലത്തൊരു കളറാണ് കേട്ടോ. എന്നാൽ വളരെ ലൈറ്റായിട്ടൊരു ബേസ് വെള്ളം നനച്ച് ക്യാൻവാസ് എടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. വെള്ളം നമ്മൾ മുക്കിയിട്ട് ഒന്ന് ഡ്രൈ ആക്കണം. ബ്രഷിനോ ഒന്ന് കുടയുകയോ അല്ലെങ്കിൽ തുണിയിലോ, അല്ലാതെ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് വെള്ളം അതിനകത്തോട്ടായി പോകും കേട്ടോ. നമ്മൾ ഉദ്ദേശിക്കുന്ന എഫക്റ്റില്ല. കുറച്ചൊന്ന് ഡ്രൈ ആക്കി വേണം അത് യൂസ് ചെയ്യാനായിട്ട് കേട്ടോ. ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. ഞാൻ ആ ചെസ്റ്റിൻ്റെ പാർട്ട് അതുകൊണ്ടാണ് അങ്ങനെ കാണിച്ചു തന്നത്. അതിനകത്ത് ഒരിടത്ത് പോലും നമ്മൾ ക്യാൻവാസ് നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ ഒരു ഭാഗം ഒഴിവാക്കി വിടും, നടുക്കത്തെ ഭാഗം ഒഴിവാക്കി വിടും. പക്ഷേ ഇതിനകത്ത് നമ്മൾ ഒരു ഭാഗം പോലും എന്ത് ചെയ്തിട്ടില്ല, ഒഴിവാക്കിയിട്ടില്ല. എല്ലാ ഭാഗത്തും എന്ത് ചെയ്തു, വാട്ടർ അങ്ങ് അപ്ലൈ ചെയ്യണം. കളറിനെ സ്മജ് ചെയ്യിപ്പിച്ച് വാട്ടർ അപ്ലൈ ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പോൾ അത് എല്ലാവരും ബോഡിയിൽ ചെയ്യുമ്പോൾ ഫസ്റ്റ് കോട്ട് അത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ മരവും ന്യൂറൽ റെഡും ഉണ്ടെന്ന് ഔട്ട്ലൈൻ വരയ്ക്കുക. നാളത്തെ ക്ലാസ്സിൽ വരുമ്പോൾ എനിക്ക് പിക്ചേഴ്സ് എല്ലാവരുടെയും കണ്ടു കഴിഞ്ഞാലേ കൃത്യമായിട്ട് അതിനകത്ത് കറക്ഷൻസ് ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ. നമുക്ക് ആ ഫിഗർ കൃത്യമായിട്ടുള്ളൊരു സ്ട്രക്ചർ ന്യൂറൽ ഔട്ട്ലൈൻ കൊണ്ട് നിങ്ങൾ നല്ല ഇതായിട്ട് ഔട്ട്ലൈനിങ് വരയ്ക്കുക. ഈ ഒരു ഷെയ്ഡ് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ടിലെ മരത്തിനും ഒരു മ്യൂറൽ റെഡും ഉണ്ട്. വളരെ ലൈറ്റായിട്ട് മതി മ്യൂറൽ റെഡ്, ഭയങ്കര ഡാർക്കായിട്ട് അപ്ലൈ ചെയ്യരുത് കേട്ടോ. ഇത് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പം നമുക്ക് എന്ത് ചെയ്യാമെന്നറിയാമോ, ഇപ്പോൾ ഒരു ഫിഗറിൻ്റെ ഇത്രയും ഭാഗം നമുക്കൊന്ന് വാഷ് ചെയ്തിട്ടും ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഡോട്ടുകൾക്ക് കുറച്ചുകൂടെ ഭയങ്കര പെർഫെക്ഷനായിട്ട് ഇടാൻ പറ്റും കേട്ടോ. നല്ലപോലെ സ്മജ് ചെയ്ത് ബോഡിയൊക്കെ ഇടാൻ പറ്റും. അങ്ങനെ ഒരുപാട് നമുക്ക് ചെയ്യുമ്പോൾ അത് മനസ്സിലാകും കേട്ടോ. പ്രത്യേകിച്ച് നാച്ചുറൽ കളേഴ്സിലൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ വാഷിങ് ഓക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഷെയ്ഡിങ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഘട്ടത്തിലേ നമ്മൾ ഡോട്ട് കൊടുക്കുന്നത്. ബാക്കി എല്ലായിടവും സ്മജ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. മ്യൂറൽ നാച്ചുറൽ കളേഴ്സിലായാലും ഇപ്പോഴും നമ്മൾ കൊടുക്കുന്നില്ല. അല്ലാതെ ആദ്യമേ ഒന്നാമത്തെ ഘട്ടത്തിലേ കുത്തിട്ട് അടയ്ക്കുന്ന പരിപാടിയൊന്നുമില്ല. നമ്മളിതിനകത്ത് ചെയ്യുന്നത് ഒന്നാം ഘട്ടത്തിലൊന്നും ഒന്നും ചെയ്യുന്നില്ല. ഷെയ്ഡ് അപ്ലൈ ചെയ്ത് അവസാന ഘട്ടത്തിൽ മാത്രമാണ് ഡോട്ട് ഇട്ട് എന്നത് ഫില്ല് ചെയ്തെടുത്ത് പോകുന്നത്. അത് നമുക്ക് ഫുള്ളി ഡോട്ടായൊരു ഫീല് തോന്നുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഈ ഒരു മെത്തേഡാണ് നമ്മളിതിനകത്ത് ചെയ്യുന്നത്. ഈ ഒരു കളറിങ് മനസ്സിലായല്ലോ. ഇനിയെല്ലാം ഒരു ബ്ലൂവിൻ്റെയും ഗ്രീനിൻ്റെയും ഷെയ്ഡാണ്. അതുകൊണ്ട് ഞാൻ ആ ഒരു കളറിങ്ങിലോട്ടാണ് പോകുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ 4 കളറിങ്ങിൻ്റെ കോമ്പിനേഷൻസ് ഉണ്ട്. ചെറിയ വേരിയേഷൻസേ ഉള്ളൂ. ഇപ്പം വൈറ്റ് കളറിൽ വരുന്ന 2 കോമ്പിനേഷനാണ് ഇതും പ്രിഫർ ചെയ്തതും പ്രസീത മാമിൻ്റെതും. മറ്റേത് 2 യെല്ലോയുടെ കോമ്പിനേഷൻ. പക്ഷേ എല്ലാത്തിനും ഒരേ ടോൺ പോലെയാണ് വെള്ളം ഫസ്റ്റ് ലെയറിൽ വാഷ് ചെയ്ത് ഫില്ല് ചെയ്യുന്നത് കേട്ടോ. മാം ഇപ്പൊ പറഞ്ഞ കളർ 2 ഡ്രോപ്പ് യെല്ലോ ഓക്കറും ഹാഫ് സ്കാർലറ്റും അല്ലേ മാം? അതെ, ഹാഫ് ഡ്രോപ്പ് സ്കാർലറ്റ്. പ്രസീത മാമിൻ്റെ 1 ഡ്രോപ്പ് വരും കേട്ടോ. നമ്മുടെ ഒരു ഗ്ലാസ് പെയിൻറ്റിങ്ങിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതേ ഉള്ളൂ. ഫോണൊക്കെ അങ്ങ് സ്വിച്ച് ഓഫായി. എനിക്കിവിടെ ഷിജിനയുടേത് ഇവിടെ ഒരെണ്ണം വരച്ചിട്ടുണ്ട് കേട്ടോ. ഡ്രോയിങ്സ് വരച്ചിട്ടുണ്ട്. ഷിജിനയുടെ കളറിങ്ങാണ് നോക്കുന്നത്. ഒരു ബ്ലൂ ടോണാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യേ.
കറക്റ്റായിട്ട് അതിൻ്റെ ബേസ് ഒന്ന് വാഷ് ചെയ്തോട്ടെ. കളർ നമുക്ക് എത്ര ക്വാണ്ടിറ്റി എടുക്കണമെന്ന് അറിയാൻ വേണ്ടിയാണ്. ഞാനത് മിക്സ് ചെയ്തിട്ട് ഷിജിനേക്ക് പറയാം കേട്ടോ. ഓക്കെ മാം, ഞാൻ പിക്ചർ ഒന്നും കൂടി മാമിന് സെൻഡ് ചെയ്തിട്ടുണ്ട്. ആ ഇത് കിട്ടുന്ന ഫിഗർ അല്ലേ? ആ അല്ല, കളറിന്റെ കളർ സെലക്ട് ചെയ്ത പിക്ചർ. ആ അത് ഞങ്ങൾക്ക് ലിറ്റിൽ കൃഷ്ണൻ്റെ. അതെ അതെ. ഞാൻ ഗ്രൂപ്പിൽ ഒന്ന് ഡിലീറ്റ് ചെയ്യില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മിക്കവാറും കിട്ടും. പേഴ്സണലൊക്കെ ആണെങ്കിൽ ചിലതൊക്കെ ഞാൻ സ്ക്രീൻ ഇട്ടങ്ങ് പോവേ. പക്ഷെ ഗ്രൂപ്പ് കഴിയുന്നത്, നമ്മുടെ ക്ലാസ് കഴിയുന്നത് എന്തുവാണ് നമ്മൾ വാങ്ങുന്ന കളറിൽ പതല്ലോ ബ്ലൂ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അല്ല, ലിസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അത് ഞാൻ ശ്രദ്ധിച്ചില്ല. ആ ഓക്കെ. നമ്മൾ പറയുന്ന നമ്മുടെ അതായത് നമ്മൾ പഠിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ റീസണിൽ വരെ ഈ ഒരു കളേഴ്സുകളൊന്നും ഷെയ്ഡുകളൊന്നും നമുക്ക് അവൈലബിൾ അല്ലായിരുന്നു കേട്ടോ. നമുക്ക് വളരെ കുറച്ച് ഒരു 6 or 8 ഷെയ്ഡൊക്കെ തന്നെയാണ് അക്രിലിക്കിൻ്റെ ട്യൂബ് കളറിൽ നമുക്ക് കിട്ടിയിരുന്നത് നമ്മൾ ചെയ്യുന്ന സമയത്ത്, മ്യൂറിലൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അത് മിക്സ് ചെയ്താണ് കോമ്പിനേഷൻ. പക്ഷേ ഇപ്പോഴും നമ്മുടെ ചിത്രങ്ങൾ കാണുകയാണെങ്കിൽ ഒരുപാട് കളർ, അത് കാരണം മാർക്കറ്റിൽ ഇറങ്ങുന്ന കളറുകളുടെ അവൈലബിലിറ്റി തന്നെയാണ്, ഒരുപാട് കളറുകൾ ഇറങ്ങുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് അത്രത്തോളം കളറുകൾ നമുക്കിപ്പം കിട്ടുന്നത്. നമ്മൾ ഫിഗറുകളിലും അത്രത്തോളം കളറുകൾ കയറുന്നത് കേട്ടോ. പണ്ടാണെങ്കിൽ കൂടുതൽ നമ്മൾ നോക്കിയൊരു പച്ച, ഒരു യെല്ലോ ഓക്കർ, അല്ല ഒരു യെല്ലോ, അങ്ങനെയുള്ള കളേഴ്സുകളൊക്കെ നമ്മുടെ മ്യൂറൽ ചിത്രങ്ങളിൽ കൂടുതലും കാണാറുണ്ട് കേട്ടോ. ഇപ്പോൾ അങ്ങനെയല്ല, ഒരുപാട് കാണുന്നതിന് കാരണം എന്ന് പറയുന്നത് നമുക്ക് മാർക്കറ്റിൽ അത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സുകൾ അവൈലബിൾ ആണ് കേട്ടോ. ഒന്ന് ക്വാണ്ടിറ്റി മിക്സ് ചെയ്തിട്ട് പറയാമേ. റഷ്യൻ ബ്ലൂവും ബേൺസീനെയാണ്. ശരി, അതായത് ഇത് പറയാം കോമ്പിനേഷൻ പറയാം. നമ്മൾ ഏത് പിക്ചറാണോ നമ്മൾ ഇപ്പോൾ ഷീറ്റിന് അതിനകത്ത് ഫോർവേഡ് ചെയ്തോ, നമ്മൾ ഇതിലെ ഗ്രൂപ്പിൽ ഇട്ടായിരുന്നു. ഇപ്പം ഞാൻ കളർ ഉള്ള കൃഷ്ണന്റെ മറ്റേതാണ് ഞാൻ അയച്ചുതരാം. അല്ല, കളറുള്ളത് ഗ്രൂപ്പിൽ ഇട്ടു ഷിജിന്, അപ്പം ബാക്കിയുള്ളവർ കൂടെ മനസ്സിലാവുമല്ലോ. എനിക്കതറിയാം, മനസ്സിലായോ? ഗ്രൂപ്പിലാണ് ആ ഗ്രൂപ്പിൽ ഒന്ന് പോസ്റ്റ് ചെയ്ത് തരും കളറുള്ള പിക്ചർ. അവർ ഏത് കളർ കോമ്പിനേഷനാണ് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി കേട്ടോ. ഓക്കെ ഓക്കെ. ഓക്കെ, ഇത് ഈ ഒരു കളറിനാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് കേട്ടോ.
ശരി, നമുക്ക് കളർ കണ്ടെത്തുക എന്നുള്ളത് ഒരു വലിയ ടാസ്ക്കാണ് കേട്ടോ. നമ്മൾ ഒരു പിക്ചർ ഒബ്സർവ് ചെയ്ത് അതിൽ കളർ കണ്ടെത്തുക എന്നുള്ളത് വളരെ ടാസ്ക്കായിട്ടുള്ളൊരു കാര്യമാണ്. അത് കുറച്ച് നിങ്ങൾ ചെയ്തു തരാം. അപ്പോൾ നമ്മൾ ഈ ഒരു 10 ചിത്രങ്ങൾ ചെയ്യുമ്പം 10 കോമ്പിനേഷൻസ് പഠിക്കാൻ പറ്റും. ഇതിനകത്ത് ഞാൻ എടുത്തിരിക്കുന്നത് പ്രഷ്യൻ ബ്ലൂ കേട്ടോ. ഫസ്റ്റ് വാഷിങ്ങിനാണ്, കളർ ഷെയ്ഡ്സ് കൊണ്ടാണ് ഇതിനകത്ത് കൂടുതൽ കളർ വേരിയേഷൻസ് നമുക്ക് അറിയാൻ പറ്റുന്നത്. 3 ഡ്രോപ്പ് പ്രഷ്യൻ ബ്ലൂ കേട്ടോ. ഓരോ ഡ്രോപ്പ് വീഡിയോ ഒരു സെക്കൻഡ്, ഞാൻ സ്റ്റാൻഡ് ബാക്കിലോട്ട് ആക്കിയപ്പോൾ ക്യാമറ എല്ലാം കൂടെ ഒന്ന് വീഴും. കേൾക്കാവോ? വീഡിയോ ഓഫ് ചെയ്തു. ഞാൻ ക്യാൻവാസ് നീക്കാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡ് ബാക്കിലാക്കിയത്. ഓക്കെ, ഇവിടെയാണ് ഫിഗർ. അപ്പോൾ എനിക്ക് വരയ്ക്കാൻ സൗകര്യത്തിന് സ്റ്റാൻഡ് ബാക്കിലോട്ടാക്കിയതാണ്. ശരി, ഇതിനകത്ത് ഞാൻ എടുത്തിരുന്നത് 3 ഡ്രോപ്പ് പ്രഷ്യൻ ബ്ലൂ, 1 ഡ്രോപ്പ് യെല്ലോ ഓക്കർ, ഹാഫ് ഡ്രോപ്പ് ബേൺ സീന, അതിലൊരു 10 ഇരട്ടിയോളം വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ. ഒരു 10-15 ഡ്രോപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ. നല്ല പോലെ ലൈറ്റ് ഈ ഒരു കളറാണ് നമ്മൾ ആ ഒരു കൃഷ്ണൻ ബേസ് ചെയ്തിട്ടാണ് വരച്ചിരിക്കുന്നത്. അതിൽ ഞാൻ വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കുറഞ്ഞു പോയി. വളരെ ലൈറ്റായിട്ടുള്ളൊരു കളറിങ്ങാണ് നമ്മൾ ഫസ്റ്റ് കോട്ടിൽ കൊടുക്കുന്നത്. അധികം മൈക്ക് മ്യൂട്ടല്ല. ഇതിനകത്ത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ലൈറ്റ് ബ്ലൂ പോലെ, ഒരു ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡ് പോലെ, അല്ലെങ്കിൽ ബ്ലാക്കിൻ്റെ ഒരു ഷെയ്ഡ് പോലെയൊക്കെ ആയിരിക്കും തോന്നുന്നത് അല്ലേ? ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തും വെള്ളം നനഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് കേട്ടോ. അത് അല്ലെങ്കിൽ നമുക്ക് അടുത്ത് ഡോട്ട് ഇടുമ്പം ഷെയ്ഡ് ഇടുമ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കളർ നമ്മൾ ഉദ്ദേശിക്കുന്ന എഫക്റ്റിൽ നമുക്ക് ലയിച്ച് വരത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഷെയ്ഡ് കൊടുത്ത് ലയിപ്പിച്ച് വരുമ്പം എല്ലാ ഭാഗത്തും വളരെ ലൈറ്റായിട്ടാണ് ചെയ്യണത്. ഒരു ബേസ് കോട്ട് കൊടുക്കുന്നതെന്നേ പറഞ്ഞുള്ളൂ കേട്ടോ. അപ്പം അതിനകത്ത് നമുക്ക് ആ വരുന്നൊരു കളറിങ്ങാണ് ഇതിനകത്ത് വരുന്നത്. ഇപ്പം കാണിക്കുന്നോടത്ത് കാണുന്നില്ല, ലേശം നീക്കിയപ്പോ. ഓക്കെ ഓക്കെ. ഈ രീതിയിലാണ് ഈ ഒരു കളറിങ് പോകുന്നത് കേട്ടോ. നമ്മൾ 5 കളറിങ് പഠിച്ചു. ഇനി ആരാ ഉള്ളത്? ഇനി ലിബിഷയുടെ ഉണ്ട്, ആശിഷയ്ക്ക്. വേറെ ആരാ ഉള്ളത്?
വരുമ്പോ ഫേസും ചെയ്ത് വെക്കണ്ടേ? ഫേസും ചെയ്യണം. ഫേസ് എനിക്കൊന്ന് വരച്ചത് എല്ലാവരുടെയും തന്നെ അതിൽ കുറച്ച് പേരുടെ കണ്ണൊക്കെ ഒന്ന് ശരിയാക്കാറുണ്ട് കേട്ടോ. ഞാനത് ഡ്രോയിങ്സിൽ ഇന്നിപ്പോൾ രാത്രി കമൻറ്റ് ഇടാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ അതുകൂടെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് വേണം വരയ്ക്കാനായിട്ട് കേട്ടോ. ചിലവരുടെ കണ്ണിൻ്റെ പൊസിഷൻസും അതുകൂടെ ഒന്ന് ചെയ്ത് അതുകൊണ്ട് നമ്മൾ ഫേസ് വരച്ച് വരുമ്പോൾ അപ്പോൾ അതുകൂടെ കഴിഞ്ഞിട്ട് ഫേസിൽ ഷെയ്ഡ് കൊടുത്താൽ അത് കേട്ടോ. കൺഫേം ആക്കി ഇവരുടെ ലിബിഷ ഒരു ബ്ലൂ അല്ലേ ലിബിഷ സെലക്ട് ചെയ്തിരിക്കുന്നത്? ഇത് ഞാൻ ഓരോരുത്തരായിട്ട് ഇട്ടേക്കാം, ഫുള്ളായിട്ട് ആയിട്ടില്ല. ലിബിഷ ഓൾറെഡി ലിബിഷയുടെ പിക്ചർ വരച്ചിട്ടില്ല. ഞാൻ ജസ്റ്റ് ഈ ഒരു പിക്ചറിൻ്റെ കാലിൽ കാണിക്കും. കാരണം ഈ പിക്ചർ മാറ്റുന്നു കേട്ടോ. മാറ്റുമ്പോൾ ഇത് ശരിക്കും ഒരു ഭയങ്കര പതല്ലോ ബ്ലൂവിൻ്റെ ഒരു എഫക്റ്റാണ് കേട്ടോ. പതല്ലോ ബ്ലൂവിൻ്റെ ഈ ഒരു ബ്ലൂ ആണ് എന്താ ഈ ഒരു പിക്ചറാണ് അതിനകത്ത് വന്നിരുന്നത്. അപ്പോൾ പതല്ലോ ബ്ലൂവിൻ്റെ ഒരു ലൈറ്റാണ് വരുന്നത്. പതല്ലോ ബ്ലൂ ഓക്കെ, പതല്ലോ ബ്ലൂവിൻ്റെ ഒരു കളറിങ് ആണ്. പക്ഷേ അതിന് പകരം നമുക്ക് കൊബാൾട്ട് ബ്ലൂ കേട്ടോ. കൊബാൾട്ട് ബ്ലൂ വളരെ ലൈറ്റായിട്ട് വാഷ് ചെയ്യാം. ഒരു ഡ്രോപ്പ് എടുക്കുമ്പോൾ ഒരു 8 ഡ്രോപ്പ് വരെ വാട്ടർ മിക്സ് ചെയ്തുകൊണ്ട് കേട്ടോ കൊബാൾട്ട് ബ്ലൂ വാഷ് ചെയ്യാം. പിന്നെ നമുക്ക് ഷെയ്ഡ് ചെയ്യാൻ പതല്ലോയാണ് ആ ഒരു കളറിൻ്റെ കറക്റ്റ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും പതല്ലോ ബ്ലൂ ഒരു ബ്ലൂ മേടിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അല്ല ബേസ് അത് തന്നെയാണ് കേട്ടോ. കൊബാൾട്ടിൻ്റെ ഒരു ലൈറ്റ് ഹൈലൈറ്റ് വരുന്നുണ്ട്. അത് പതല്ലോയിൽ കുറച്ച് എപ്പോഴും ഒരു ബ്ലൂവിൻ്റെ എഫക്റ്റ് കൂടുതൽ അല്ല ബ്ലൂവിൻ്റെ അല്ല മറ്റേ ഗ്രീനിൻ്റെ എഫക്റ്റ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ബേസിന് കൊബാൾട്ടിന് നോക്കട്ടെ. ഞാൻ കൊബാൾട്ടിന് വേറെ അൾട്രാ മെറൈനാണ് എടുത്തത്. അതിന് ഷെയ്ഡ് നമ്മൾ ഈ കൊബാൾട്ടിന് കുറച്ച് ബ്ലൂ കൊബാൾട്ട് അല്ലെങ്കിൽ സെറൂലിയൻ ബ്ലൂ ഇല്ലേ അതിനാണ് നല്ലത്. കൊബാൾട്ട് ഇല്ലാത്തവർക്ക് ബോട്ടിലെ സെറൂലിനാണെങ്കിലും പ്രശ്നമില്ല കേട്ടോ. നമ്മൾ ഈ ഒരു ബ്ലൂ ഒക്കെ ചെയ്യുമ്പോൾ പതല്ലോയ്ക്ക് ഷെയ്ഡ് കൊടുക്കാൻ ബേസ് കളറായിട്ട് എപ്പോഴും സെറൂലിൻ അല്ലെങ്കിൽ കൊബാൾട്ട് ബ്ലൂ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് ഷെയ്ഡാണ് മറ്റേത് വെച്ച് വരുന്നത്. ഞാനിപ്പോൾ സെറൂലിൻ കൊബാൾട്ടാണ് എടുത്തത് കേട്ടോ. ഡാർക്കായിപ്പോയി. കാണാവോ ഈ ഭാഗം? കുറച്ച് ഡാർക്കായിപ്പോയി. ഇത്ര ഡാർക്ക് വേണ്ട, കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ടാണ് കേട്ടോ. ഉണ്ടോ ഈ രീതിയിലാണ് അത് വാഷ് ചെയ്യുന്നത്. എല്ലായിടവും നമ്മൾ കളർഡ് കവർ ചെയ്തിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ കുറച്ച് ഡാർക്കായിട്ടാണ് കാണിക്കാൻ വേണ്ടി പിന്നെ ഞാൻ കുറച്ച് ഡാർക്കാക്കി എടുത്തതാണ്. ഈ ഒരു കളറിങ്ങാണ് വരുന്നത് കേട്ടോ. ഇത് ഫുള്ളായിട്ട് നമ്മൾ വെള്ളം ചേർത്ത് ലയിപ്പിച്ചെടുക്കണം. ഇതുപോലെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് വയ്ക്കുക. നാളെ മുതൽ നമ്മൾ ജസ്റ്റ് ഒരു ഷെയ്ഡ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളത് ഫുള്ള് ഷെയ്ഡ് ചെയ്യേണ്ടതാണ്.
അപ്പം ഏകദേശം ഫിഗേഴ്സുകൾ നമ്മളാക്കി വയ്ക്കും കേട്ടോ. ഇനി ആശിഷയുടെയാണേ. ആശിഷ കാഡ്മിയം യെല്ലോ മാത്രമാണ് ആദ്യം വാഷ് ചെയ്യേണ്ടത്. ലൈറ്റ് ഗ്രീനാണ് നമ്മൾ കൊടുക്കുന്ന കളർ കേട്ടോ. നല്ലൊരു പച്ച കളറാണ് നമ്മൾ ബോഡിക്ക് കൊടുക്കുന്നത്. കാഡ്മിയം യെല്ലോ ആണ് ടീച്ചർ ഇത് ചെയ്ത് നമ്മൾ ഈ ചെയ്യുന്ന മെത്തേഡ് തന്നെയാണ് കേട്ടോ. കാഡ്മിയം യെല്ലോ ഔട്ടർ കൊടുത്തിട്ട് ഇവിടെ നമ്മളിപ്പോൾ യെല്ലോ ഫിഗർ ചെയ്തില്ലേ, അതുപോലെ ഒന്ന് വാഷ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഔട്ട്ലൈൻ കാഡ്മിയം എല്ലാം 2 ഡ്രോപ്പൊക്കെ എടുക്കുമ്പോൾ ഒരു 10 ഡ്രോപ്പ് വരെ വാട്ടർ എടുത്ത് നല്ലപോലെ ലൈറ്റ് ആക്കിയിട്ട് ഔട്ട്ലൈൻ കൊടുത്ത് വെള്ളത്തിൽ സ്മജ് ചെയ്തെടുത്തത്. കാഡ്മിയം യെല്ലോ മാത്രം. ഗ്രീനാണ് മോൾക്കുള്ള കളറ്. ഭയങ്കര രസമുള്ളത് ഗ്രീൻ നമുക്ക് ഒരുപാട് ഫിഗറുകളിൽ ആവശ്യമാണ്. മ്യൂറലിൻ്റെ മിക്കവാറും ഫിഗറുകളിൽ ആവശ്യമുള്ള കളറിങ്ങാണ് ഗ്രീനൊക്കെ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതൊരു ക്യൂട്ടായിട്ടുള്ള തത്തപ്പച്ച പോലെ ഭയങ്കര രസമുള്ളൊരു പച്ചയാണ് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ കളേഴ്സ് കോമ്പിനേഷൻസും പഠിക്കാൻ പറ്റും. ഡിഫറെൻ്റ് ആയിട്ടുള്ള എല്ലാ ടോണുകളും നമുക്ക് ഈ ഒരു പിക്ചർ ചെയ്ത് കഴിയുമ്പോൾ എല്ലാവർക്കും പഠിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ കളേഴ്സുകളുടെ നോട്ട്സ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞ് നിർത്തുകയാണ്. നാളെ നമുക്ക് കുറച്ചുകൂടെ ടൈം എടുക്കാം. കാരണം എൻ്റെ ഫോണിൽ പെട്ടെന്ന് ഇപ്പം ചാർജ് തീരും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നിർത്തുന്നത്. കളേഴ്സുകൾ പറയട്ടെ. ആദ്യം നമ്മൾ ചെയ്തത് പ്രസീത മാമിൻ്റെ പിക്ചറാണ്. ഒരു വൈറ്റ് കളറിൽ സ്കിൻ ടോൺ വരുന്ന കളറാണ്. അതിനുവേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് 2 ഡ്രോപ്പ് യെല്ലോ ഓക്കറിന് 1 ഡ്രോപ്പ് സ്കാർലറ്റ് റെഡാണ്. നല്ലപോലെ വാട്ടർ ചേർക്കുക. അതായത് 10-12 ഡ്രോപ്പ് വരെ വാട്ടർ ചേർത്ത് വളരെ ലൈറ്റായിട്ടാണ് ആ കളർ മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ പ്രസീത മാമിൻ്റെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്തത് ഇപ്പോൾ പ്രഫയുടെ പിക്ചറിൽ ഒരു ദേവിയുടെ പിക്ചറാണ് അതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു യെല്ലോ ഓക്കർ ടോണാണ് വരുന്നത്. അതിനകത്ത് നമ്മൾ ചെയ്തിരിക്കുന്നത് 2 ഡ്രോപ്പ് യെല്ലോ ഓക്കർ എടുക്കുമ്പോൾ 1/2 ഡ്രോപ്പ് സ്കാർലറ്റ് റെഡ്. അത് കുറച്ച് ഡിഫറൻസേ ഉള്ളൂ വാഷിങ്ങിന് കേട്ടോ. ഷെയ്ഡിങ്ങിന് എല്ലാ കളറും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. വാഷിങ്ങിന് നമ്മൾ യൂസ് ചെയ്തത് 2 ഡ്രോപ്പ് യെല്ലോ ഓക്കറിൻ്റെ 1/2 ഡ്രോപ്പ് സ്കാർലറ്റ് റെഡാണ്. നല്ലപോലെ വാട്ടർ ചേർത്തിട്ട് ലൈറ്റ് ചെയ്തിട്ടാണ് ചെയ്തത് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ദീപാ മാമിൻ്റെത് നമ്മുടെ മ്യൂറലിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട യെല്ലോ കളറാണ്. ഒരു ഓറഞ്ചിഷ് യെല്ലോയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് 2 ഡ്രോപ്പ് കാഡ്മിയത്തിൻ്റെ കൂടെ സ്കാർലറ്റിൽ നമ്മൾ കാഡ്മിയത്തിൻ്റെ 2 ഡ്രോപ്പ് കാഡ്മിയം അല്ലേ പറഞ്ഞത്, ഞാനപ്പോൾ വിട്ടുപോയി. കാഡ്മിയത്തിൻ്റെ കൂടെ 1 ഡ്രോപ്പ് യെല്ലോ ഓക്കറിന് അതെ, ഹാഫ് സ്കാർലറ്റ് ലേക്കിന്റെ ഹാഫിന് താഴെ. ദീപാ മാമിൻ്റെ ഒരു സ്കാർലറ്റിലേക്ക് ചേർക്കാൻ പറഞ്ഞു ഇല്ലല്ലോ. 3 ഡ്രോപ്പ് കാഡ്മിയം യെല്ലോയുടെ കൂടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ യെല്ലോയാണ് ചെയ്യാൻ പറഞ്ഞത്. ഇന്ത്യൻ യെല്ലോ ചെയ്യാൻ ഇല്ലാത്തവർ 3 ഡ്രോപ്പ് കാഡ്മിയം യെല്ലോയുടെ കൂടെ ജസ്റ്റ് ഒരു ഡ്രോപ്പ് ഒരു പിക്ക് ചെയ്തിട്ട് ഒരു സ്കാർലറ്റ് റെഡോട് മിക്സ് ചെയ്താൽ ഇന്ത്യൻ യെല്ലോ ആക്കാൻ പറ്റും കേട്ടോ. ഒരു വളരെ ലൈറ്റ് ആയിട്ടുള്ളൊരു ഓറഞ്ചിഷ് കേട്ടോ. നമുക്ക് ഇന്ത്യൻ യെല്ലോ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് എന്ത് ചെയ്യാം, ഇന്ത്യൻ യെല്ലോ തന്നെ നമുക്ക് അതിനകത്തോട്ട് വാഷ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇനി അടുത്ത് നമ്മുടെ സുനിത മാമിൻ്റെ നമ്മുടെ ട്രഡീഷണൽ ചുവർച്ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു തരം യെല്ലോ ഓക്കർ, പണ്ടത്തെ യെല്ലോ എന്ന് പറയുന്ന ആ തരത്തിലുള്ളൊരു കളറിങ്ങാണ് കേട്ടോ. അതിനകത്ത് നമ്മൾ 2 ഡ്രോപ്പ് യെല്ലോ ഓക്കറിൻ്റെ 1 ഡ്രോപ്പ് കാഡ്മിയമാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. വെള്ളത്തിൻ്റെ അളവ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യെല്ലോ ഓക്കറിൻ്റെ 1 ഡ്രോപ്പ് കാഡ്മിയമാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത്രയും കളേഴ്സ് നമ്മൾ നോട്ട് ചെയ്തല്ലോ. ഇനി അടുത്ത് നമ്മൾ ഷിജിനയുടെ കളറാണ്. ഷിജിനയുടെ കളർ എന്ന് പറഞ്ഞാൽ വളരെ റെയറായിട്ട് യൂസ് ചെയ്യുന്നൊരു കളറാണ്, അധികം കാണാത്തൊരു കളറാണ്. ആ ഒരു പിക്ചറിൽ എനിക്ക് തോന്നുന്നു നമ്മൾ മ്യൂറലിൻ്റെ സീരിയസ്നെസ് എടുത്ത് നോക്കുമ്പോൾ തന്നെ ആ ഒരു പിക്ചറിൽ മാത്രമാണ് ആ ഒരു കളർ കണ്ടിട്ടുള്ളത്. പിന്നെ 1-2 ഈ പാർവതി ശമയം, എന്നാലും അതിന് കളർ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ആ ഒരു പിക്ചർ മാത്രമാണ് ആ ഒരു കളറിൽ നമ്മൾ കണ്ടത്. പക്ഷെ നമുക്ക് നല്ല രസമായിട്ട് ഫിഗറിനൊക്കെ കൊടുക്കാൻ പറ്റുന്നൊരു കളറാണ് കേട്ടോ. അതിൻ്റെ കളറിങ്ങിന് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് 3 ഡ്രോപ്പ് പ്രഷ്യൻ ബ്ലൂ, 1 ഡ്രോപ്പ് യെല്ലോ ഓക്കർ, 1/2 ഡ്രോപ്പ് ബേൺസീനയാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. 3 ഡ്രോപ്പ് പ്രഷ്യൻ ബ്ലൂ, 1/2 ഡ്രോപ്പ് ബേൺസീന, 1 ഡ്രോപ്പ് യെല്ലോ ഓക്കർ കേട്ടോ. നല്ല അതിൻ്റെ ഒരു 10 ഇരട്ടിയോളം വെള്ളം ചേർത്തിട്ടാണ് ഔട്ട്ലൈൻ കൊടുത്ത് ഫില്ല് ചെയ്തിരിക്കുന്നത് കേട്ടോ.
ഓക്കെ. ഇനി പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് ലിബിഷയുടെ ഒരു നല്ല ബ്ലൂ ആണ് കേട്ടോ. ആ ബ്ലൂവിന് കൊബാൾട്ട് ബ്ലൂ എന്ന് പറയുന്ന കളറാണ്. കൊബാൾട്ട് ഇല്ലെങ്കിൽ നമുക്ക് സെറൂലിൻ യൂസ് ചെയ്യാം കേട്ടോ. സെറൂലിൻ ബ്ലൂ അത് നല്ലപോലെ വെള്ളം ചേർത്തതിന് ശേഷം ഔട്ട്ലൈൻ കൊടുത്താണ് ചെയ്യുന്നത്. പിന്നെ ഗ്രീൻ ഫിഗേഴ്സ് നല്ല രസമുള്ളൊരു ഗ്രീനൊക്കെ എടുക്കുന്നത്. ആ ഗ്രീനിൻ്റെ പിക്ചർ ഞാനിപ്പോൾ ഗ്രൂപ്പിൽ ഇട്ട് തരാം. അങ്ങനെയുള്ള ഗ്രീന് നമുക്ക് ലെമൺ യെല്ലോ വരെ ഇപ്പോൾ യൂസ് ചെയ്യാം. പക്ഷേ ഞാനിവിടെ കാഡ്മിയം യെല്ലോ ആണ് കേട്ടോ. കാഡ്മിയം യെല്ലോ ഡയറക്റ്റായിട്ട് നമ്മൾ ഫില്ല് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. ആ ഗ്രീനാണ് നമ്മളിപ്പോൾ ആഷിഷയുടെ പിക്ചറിൽ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കളേഴ്സുകളും നമുക്ക് പഠിക്കാൻ പറ്റട്ടെ എന്ന് വെച്ചിട്ടാണ് എല്ലാ കളറിൻ്റെയും കോമ്പിനേഷൻസുകൾ ഇട്ടത്. ഇപ്പം പ്രൊഫൈൽ ഇട്ടിരിക്കുന്ന ഈ ഒരു പച്ചയല്ല, കുറച്ചുകൂടെ ഡിഫറെൻറ്റ് വരും കേട്ടോ. ഈ ഒരു പച്ചയ്ക്കൊക്കെ നമ്മൾ ബേസ് യെല്ലോയാണ് കൊടുക്കുന്നത് കേട്ടോ. ഇത് പനേക്ഷി എന്ന് പറയുന്ന പഴയ കാലത്ത് നമ്മൾ ചെയ്തതാണ്. യെല്ലോ കൊണ്ട് ഫുള്ള് ചെയ്തതിന് ശേഷം ഗ്രീൻ വെച്ച് ചെയ്തെടുക്കുന്നൊരു മെത്തേഡാണ് ഈ ഒരു ചിത്രം പണ്ട് നമ്മൾ ചെയ്തിരുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ നമുക്ക് അതേ കളേഴ്സുകൾ തന്നെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആ കളർ വെച്ച് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അത് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഗ്രീനാണ്. ആ ഗ്രീൻ ഞാൻ ഇട്ടേക്കാം കേട്ടോ. പനേക്ഷിയുടേത് മുമ്പ് നമ്മൾ ചെയ്യുന്നത് കാഡ്മിയം യെല്ലോ അല്ലെങ്കിൽ നമ്മുടെ ക്രോം യെല്ലോ എന്നുള്ള കളർ ഫുള്ളായിട്ട് ചെയ്തിട്ട് സാബ് ഗ്രീനിൻ്റെ മിക്സിങ് കൂടെ ചേർത്ത് യെല്ലോയിൽ സാബ് ഗ്രീൻ മിക്സ് ചെയ്ത് ഷെയ്ഡ് കൊടുത്ത് കൊണ്ടുവരുന്ന രീതിയാണ് കേട്ടോ. ഇപ്പം നമുക്ക് അതേപോലത്തെ കളർ തന്നെ അവൈലബിൾ ആണ്. ഒലിവ് ഗ്രീനൊക്കെ ഏകദേശം ആ ഒരു കോമ്പിനേഷനാണ് കേട്ടോ. ഇതുമൊക്കെ ഇപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു റെയർ കളറാണ്. ഞാൻ ഇട്ടിരുന്നൊരു പിക്ചർ ചെയ്യുന്നുണ്ട്, മ്യൂറലല്ല കേട്ടോ. അപ്പം ഇതൊക്കെ റെയർ കളേഴ്സുകളാണ്. ഞാൻ ഈ കളറാണ് ഇപ്പം ആശിഷയ്ക്ക് ചെയ്യുന്നത് കേട്ടോ. എല്ലാ കോമ്പിനേഷനും പഠിക്കാൻ പറ്റുമെന്ന് വെച്ചിട്ടാണ് പല പല കളേഴ്സുകൾ കൊടുക്കുന്നത് കേട്ടോ. എത്രത്തോളം നമ്മൾ കാണാൻ ഭംഗി എന്നതിനേക്കാളും നമുക്ക് ഒട്ടും ക്യാച്ച് ചെയ്യാൻ പറ്റാത്ത കളറുകൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാവർക്കും ചിത്രങ്ങൾ ഏതൊരു പെയിൻറ്റിങ്ങും പിന്നീട് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് കഴിഞ്ഞ് കുറച്ച് അനാട്ടമിയുടെ കുറച്ച് സ്കെച്ചസുകൾ നമ്മൾ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ എൻ്റെയോ അല്ലെങ്കിൽ ആരുടെയും ഹെൽപ്പുകളില്ലാതെ നല്ല രീതിയിൽ ഇപ്പം തന്നെ പലരും ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് കളർ ചെയ്യാനൊട്ടും ഇതില്ലാതെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ, ചെയ്യാൻ പറ്റും. നമുക്ക് പല രീതിയിലുള്ള ചിത്രങ്ങൾ ആക്കാൻ പറ്റും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വളരെ ഇതായിട്ട് ഈ ഡെക്കറേറ്റീവ് ഐറ്റംസുകൾ പോട്ടുകളിൽ ചെറിയ പോട്ടുകളിൽ കേട്ടോ, ചെറിയ പോട്ടുകളിൽ പിന്നെ എന്താണ് അറ്റ്ലീസ്റ്റ് നെറ്റിപ്പട്ടം പോലുള്ളതിൽ ഇങ്ങനെയുള്ളതിലൊക്കെ മ്യൂറൽസ് ഭയങ്കര ഡിമാൻഡായിട്ട് വരികയാണ് വീടുകളിൽ. അപ്പം അങ്ങനെയൊക്കെ ഉള്ളത് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഈ ചെറിയ ക്ലോക്കുകളിൽ തന്നെ നമ്മൾ മ്യൂറൽസ് ചെയ്തിട്ട് റസിന് ഒഴിച്ചുകൊണ്ട് ക്ലോക്ക് സെറ്റ് ചെയ്യുന്ന രീതികൾ, അങ്ങനെ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കേട്ടോ. അതിനൊക്കെ നമുക്ക് നല്ല കോസ്റ്റ് കൂടുതലാണ്. പുറത്ത് വിദേശികളൊക്കെ വരുന്ന സ്ഥലങ്ങളിൽ നമുക്ക് എത്തിക്കാൻ പറ്റാവുന്ന സാധനങ്ങളാണ്, അവർക്ക് ക്യാച്ച് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യങ്ങളാണ്. മാം ഇപ്പൊ കാലത്തൊരു പെയിന്റിങ്ങില്ലേ മ്യൂറൽ അല്ലാന്ന് പറഞ്ഞ ഹനുമാനൊക്കെയുള്ള അപ്പൊ ആ ഗ്രീന് ഏതാ മിക്സ് ബാക്ക്ഗ്രൗണ്ട് എന്തായാലും ബേസ് എന്തായാലും യെല്ലോ അല്ലല്ലോ. യെല്ലോ അല്ല, ബേസ് യെല്ലോ അല്ല, അത് ഗ്രീൻ തന്നെ. വൈറ്റ് ആണോ? വൈറ്റ് അല്ല, വൈറ്റ് ഗ്രീൻ ലൈറ്റ് ആയിട്ട് ഡാർക്ക് ഗ്രീൻ ഇല്ല, ഡാർക്ക് ഗ്രീന് നല്ലപോലെ വെള്ളം ചേർത്ത് ബേസ് ചെയ്ത് ലൈറ്റ് ആക്കും. നമുക്ക് ഡാർക്ക് ഗ്രീൻ എന്ന് പറയുന്നൊരു ഗ്രീൻ നമുക്ക് കിട്ടും, ആ ഗ്രീനാണ് കേട്ടോ. അതാണ് നമ്മൾ ബേസ് വാഷ് കൊടുക്കുന്നത്. അതിൽ പിന്നെ നമുക്ക് ഇതിനകത്ത് വരുമ്പോൾ ചെറിയ ബ്രൗണൊക്കെ വരുന്നുണ്ട് കേട്ടോ, അതിൽ ഒരു ഷെയ്ഡ് കോമ്പിനേഷൻ. അതിന് തൊട്ടടുത്തുള്ള മറ്റേ ബ്ലൂ പെറ്റലോ ആണോ അത്? നോക്കട്ടെ, ഞാൻ നോക്കിയത് സെയിം പെയിന്റിംഗ്. അത് നല്ല രസമുള്ളൊരു കളറാണ്. ഞാൻ എൻ്റെ ഇങ്ങനെ ഒരു ഫിഗറിൽ ചെയ്യണമെന്ന് ഉൾപ്പെടുത്തിയാണ്. ഇത് നമ്മൾ നെറ്റിൽ ഇങ്ങനെ നോക്കുമ്പോൾ കിട്ടുന്ന കളേഴ്സാണ് കേട്ടോ. ശരിക്കും നമ്മളിത് മ്യൂറലിലൊന്നും അപ്ലൈ ചെയ്യുന്ന കളേഴ്സ് അല്ല, പക്ഷെ നമുക്ക് ചെയ്താൽ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് തോന്നുമെന്നുള്ള പിക്ചേഴ്സുകളാണ് ആ കളേഴ്സുകൾ. ഞാൻ കളർ കോമ്പിനേഷൻ സെലക്ട് ചെയ്തപ്പോൾ അങ്ങനെയാണ് സെലക്ട് ചെയ്തത്. എല്ലാ കളറും എല്ലാവർക്കും വരട്ടെ എന്ന് വിചാരിച്ചിട്ട്. എനിക്കും ചെയ്ത് പഠിക്കാമല്ലോ, അല്ലെങ്കിൽ എനിക്കും ആ കളർ മിക്സിങ് ആക്കാമല്ലോ. നമ്മൾ റെയർലി എപ്പോഴും ചെയ്യുന്ന കളേഴ്സ് അല്ല. അത് നമ്മൾ ഇതേ രീതിയിൽ തന്നെ കൊബാൾട്ട് അല്ലെങ്കിൽ സെറൂലിൻ ബേസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നീട് ഷെയ്ഡ്സിൽ മാറ്റം വരുത്തിയത്.
ഇതിനകത്ത് മറ്റേ ഗ്രീൻ തന്നെയാണ് കേട്ടോ, വളരെ ലൈറ്റായിട്ട് ഗ്രീൻ വാഷ് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് സാബ് ഗ്രീനും ബേൺസീനിയും കൂടെ ചേർന്നിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനാണ് ഷെയ്ഡായിട്ട് വരുന്നത് ഇതിന്, ഈ ഒരു പിക്ചറിൽ നല്ല രസമുള്ളൊരു കളറിങ് കേട്ടോ. രണ്ടും അങ്ങനെയാണ്, രണ്ട് കളറിങ് കൊള്ളാം. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ കാണാം. നാളെ 8:30. ഓക്കെ, ബൈ ബൈ. ഗുഡ് നൈറ്റ്.